നമസ്കാരം. നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നമുക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വാർത്ത ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മൾ വീണ്ടും സജീവമാവുകയാണ്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ഒരൊറ്റ വാർത്തയാണ് കൊടുക്കുന്നത്. കാരണം നമ്മുടെ പോലീസ് ബ്രിട്ടീഷുകാരൻ മാറി ജനാധിപത്യം വന്നു. ഇപ്പോഴും എത്രയോ വർഷങ്ങളായി നമുക്കതിനകത്തൊരു കാതലായ മാറ്റമില്ല. കാക്കിയിട്ടാൽ അച്ഛനെയാണെങ്കിലും തല്ലണം എന്ന തരത്തിലേക്ക് നമ്മുടെ പോലീസ് മാറുന്നു. അതൊരു നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ പ്രശ്നമാണ്. നിയമം കൊണ്ട് മാറാവുന്നതല്ല. ഞാൻ ജപ്പാനിലേക്ക് ഒരു കഥ കേട്ടിട്ടുണ്ട്. കാരണം ജപ്പാനിലൊക്കെ നമ്മൾ ചെന്നാൽ നമ്മളൊരു മിഠായി തിന്നാൽ തീർച്ചയായിട്ടും അതിൻ്റെ പാക്കറ്റ് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കണം. നമ്മൾ വേറൊരു പാനീയം കുടിച്ചാൽ അതിൻ്റെ കുപ്പി നമ്മൾ സൂക്ഷിക്കണം. ഇതെല്ലാം നമ്മൾ വീട്ടിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. തെരുവിൽ ഇതിടാനുള്ള സ്ഥലങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ല. അത് അവിടെ ഉണ്ടാക്കിയത് നിയമം മൂലമല്ല. നമ്മൾ നിയമം ഒരുപാട് പറയുന്നു. നമ്മൾ തെരുവിലിട്ടാൽ അവരെ ശിക്ഷിച്ച് കളയും, കൊന്നുകളയും, തിന്നുകളയും എന്നൊക്കെ നമ്മൾ പറയുന്നു. പക്ഷെ ഒരു മാറ്റവും ഇതിനകത്തില്ല. അത് ജപ്പാൻകാരുടെ സാമൂഹ്യ ബോധത്തിൻ്റെ വളർച്ചയാണ്. പോലീസിലും അത്തരം ഒരു സാമൂഹ്യ ബോധം വേണം. പക്ഷേ അടിസ്ഥാനപരമായി മനുഷ്യരെല്ലാം ക്രൂരന്മാരായതുകൊണ്ട് അങ്ങനെ വരാൻ സാധ്യതയില്ല. പക്ഷേ കുറച്ചൊക്കെ നിയമം മൂലം. കാരണം പോലീസിനും സമൂഹത്തിനും ഒക്കെ മോശമായ ക്രിമിനലുകളെ പോലീസിൽ നിന്ന് മാറ്റി നിർത്തുക തന്നെ വേണം. ശിക്ഷ കൊടുക്കുകയോ മാറ്റി നിർത്തുകയോ സസ്പെൻഡ് ചെയ്യുകയോ അല്ല വേണ്ടത്. തീർച്ചയായിട്ടും ഇവരൊക്കെ കുറ്റക്കാരാണെങ്കിൽ അവരെയൊക്കെ സർവീസിൽ നിന്ന് മാറ്റുകയാണ് വേണ്ടത്. കാരണം സമീപകാലത്തെല്ലാം കസ്റ്റഡി മരണങ്ങളും അല്ലാത്ത മർദ്ദനങ്ങളും ഒക്കെ നമ്മൾ CJPയുടെ സമരത്തിലൊക്കെ കണ്ടതാണ്. വളരെ ക്രൂരമായാണ് കുട്ടികളെയൊക്കെ മർദ്ദിക്കുന്നത്. പെൺകുട്ടികളോട് കാണിക്കുന്ന ക്രൂരത വളരെ വളരെ വലുതാണ്. അവരെയൊന്നും സത്യം പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ദ്രോഹികളാണ്. അവരൊന്നും ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകേണ്ടുന്നവരല്ല. നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം. യുവാവിൻ്റെ മരണം. DYFI പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. കുരിപ്പള്ളി പെരുമ്പുഴ കുളത്തിൻകര വീട്ടിൽ സിയാദ് 39 മരിച്ചത് പോലീസ് മർദ്ദനത്തെ തുടർന്നാണെന്നാരോപിച്ച് DYFI കുണ്ട്ര പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. KN ബാലഗോപാൽ MLA, J മേഴ്സിക്കുട്ടിയമ്മ, CPM ജില്ലാ സെക്രട്ടറി സുദേവൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അരുൺ ബാബു, ചിന്താ ജെറോം, DYFI ജില്ലാ പ്രസിഡന്റ് ഹരികൃഷ്ണൻ, SL സജികുമാർ, R സുരേഷ് ബാബു ഉൾപ്പെടെയുള്ളവർ സ്റ്റേഷനിലെത്തി. DYSP എത്തണമെന്ന് ആദ്യം പ്രതിഷേധക്കാർ ആവശ്യമുയർത്തി. DYSP എത്തിയപ്പോഴേക്കും റൂറൽ SP എത്തണമെന്ന് ആവശ്യം ഉന്നയിച്ചു. വൈകിട്ട് 5 SP എത്തി. MLA ഉൾപ്പെടെ ഉള്ളവരുമായി ചർച്ച നടത്തി. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്നും സിയാദിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. SI അതുൽ, CPO ശ്രീജിത്ത് എന്നിവർക്കെതിരെ വകുപ്പുതല നടപടിയെടുക്കുമെന്ന് SP ഉറപ്പു നൽകി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPയോട് സംഭവത്തിൽ റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. നമ്മുടെ ഈ കാര്യം പറയുന്നത് സമരരംഗത്താണ്. ഈ കാര്യത്തിന് ആധാരമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിനകത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് നേരത്തെയും നിരന്തരമായ പരാതി വന്നിട്ടുള്ളതാണ്. അതിൻ്റെ വീഡിയോ ആശുപത്രി നമ്മുടെ ഒരു ഉത്സവ സ്ഥലത്ത് പോയി ഒരു പെൺകുട്ടിയെ ഭർത്താവിനെ അടിച്ചതും വെച്ച് കലക്കിയൊക്കെ ആയിട്ടുള്ള ആളാണ്. ഇതൊന്നാണ് അയാളുടെ പേര്. അയാളെ പറ്റി നേരത്തെ അറിയാം, അന്നും പരാതിയുള്ളതാണ്. അതിൻ്റെ വീഡിയോ ഇവിടെയൊക്കെ പ്രചരിക്കുന്നതാണ്. ഈ കുണ്ട്ര സ്റ്റേഷനിൽ പലപ്പോഴും ഇത്തരം സംഗതികൾ ഉണ്ടാകുന്നതിൻ്റെ കാരണത്തിന് ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥന്മാരാണ്. പണ്ടും ഇത്തരം ചില കുപ്രസിദ്ധമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. ഈ കാര്യത്തിനകത്ത് ആ പോലീസ് ഉദ്യോഗസ്ഥന് അയാൾ കാണിച്ച പോലീസുകാരനായിട്ടുള്ള ആൾ കാണിച്ച തെറ്റ് സംബന്ധിച്ച് ഇപ്പം തന്നെ കാര്യങ്ങൾ അറിയാം. അവർ അന്വേഷണങ്ങൾ നടത്തിക്കോട്ടെ. പക്ഷേ അയാളെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി നടപടി എടുക്കണമെന്നുള്ള ആവശ്യമാണ് നമ്മൾ ഉന്നയിച്ചത്. കാരണം അയാളൊരു ഹാബിറ്റഡ് ക്രിമിനലാണെന്നാണ് ഈ സ്വഭാവം കാണാൻ മനസ്സിലാവുന്നത്. കാര്യം ഒരു സംഭവമല്ല, വണ്ടിക്കകത്ത് കൊണ്ടിരുന്നു, അങ്ങനെ അടിക്കുന്നു. ഹാബിറ്റഡായിട്ട് ഇങ്ങനൊരു ക്രിമിനൽ സ്വഭാവമുള്ള ആളൊന്നും പോലീസിലുണ്ടാകുന്നത് ശരിയല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള നടപടി കാണിച്ചിട്ടുള്ള ആളുകളുടെ പേരിൽ മാറ്റി നിർത്തി അന്വേഷണം നടത്തുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി അന്വേഷണം നടത്തണം. ബാക്കി അന്വേഷണത്തിന് ഓർഡർ ഇട്ടിട്ടുണ്ട്. അത് വരിക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ബാക്കി കാര്യങ്ങൾ ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ബാക്കി കാര്യങ്ങളും പല കാര്യങ്ങളും എക്സ്റേക്കകത്ത് തന്നെ എല്ല് പൊട്ടിയത് ഉണ്ടെന്ന് പറയുന്നു. അതെല്ലാം പോലീസ് പരിശോധിക്കേണ്ടതാണ്. നമുക്ക് ആ വിവരങ്ങളുണ്ടല്ലോ, കിട്ടുമല്ലോ. ബാക്കി എക്സ്റേ കാര്യങ്ങൾ അന്വേഷിക്കട്ടെ. പക്ഷേ പോലീസ് സ്റ്റേഷനകത്തേക്ക് ധൈര്യമായിട്ട് വരാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. പോലീസ് സ്റ്റേഷനകത്ത് കയറി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, പോലീസിനെ കണ്ടെന്ന് സംഭവിക്കുമെന്ന് പേടിച്ചപ്പോൾ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ നടപടിയെടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടെ ഈ പ്രശ്നം നടത്തുന്ന പ്രതിഷേധത്തിൽ വന്നവരോട് സംസാരിക്കും. അവരതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കും. അതെ, ഇത് ആദ്യഘട്ടമാണല്ലോ. തീർച്ചയായിട്ടും
മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകളോട് സംസാരിച്ചിട്ടില്ല. ഇതിൻ്റെ ഒരു വിവരം അവർ സംസാരിക്കും. കാരണം മക്കളുണ്ട്, 36 വയസ്സിൽ 2 മക്കളുണ്ട്. ഒരു ആശ്രയമായ ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ അതിന് പിന്നാലെ വരേണ്ടതാണ്. സർക്കാർ ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതെല്ലാം സർക്കാരിനോട് ആവശ്യപ്പെടും. ആ കുടുംബത്തിൻ്റെ ജീവിതം, കുട്ടികളുടെ ഭാവി, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരും. ഇപ്പം ആദ്യമേ ക്രിമിനലായിട്ട് ഉള്ള സ്വഭാവം എടുക്കുന്ന ആളുകളെ പറ്റി നടപടിയെടുക്കുക, ബാക്കി പ്രശ്നം വരിക, ഈ കാര്യങ്ങൾ ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടും. എന്നാലും ഈ കാര്യം പറഞ്ഞാൽ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർ ബന്ധപ്പെട്ടിട്ടുണ്ടാവുമല്ലോ പോലീസ്. ഞങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യും. ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ അറിയുക. ഒന്നാമത് അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. കുണ്ടറയിൽ യുവാവിൻ്റെ മരണം പോലീസ് മർദ്ദനമെന്ന് ബന്ധുക്കൾ. ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. കസ്റ്റഡിയിൽ എടുത്തപ്പോഴേ പപ്പയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞതല്ലേ സാർ ആണ് അടിച്ചതെന്ന് പപ്പ പറഞ്ഞിരുന്നു. ഇപ്പോൾ പപ്പ പോയി. സ്വന്തം പിതാവിൻ്റെ മരണത്തിന് കാരണക്കാരനെന്ന് ആരോപിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഫോണിൽ വിളിച്ച് മകൾ നെഞ്ചുപൊട്ടി പറയുന്ന വാക്കുകൾ കേട്ടതിൻ്റെ ഞെട്ടലിലാണ് കേരളം. പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് ചികിത്സയിലായിരിക്കെ മരിച്ച സംഭവത്തിന് കാരണം പോലീസ് മർദ്ദനമാണെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. കുണ്ടറ പെരുമ്പുഴ സൊസൈറ്റി മുക്ക് സ്വദേശി സിയാദ് 36 ജൂലൈ 24 മരിച്ചത്. 13കാരനെ കാണാനില്ലെന്ന പരാതിയിൽ കഴിഞ്ഞ ജൂൺ 16 രാത്രിയിലാണ് സിയാദിനെ കസ്റ്റഡിയിലെടുത്തത്. കുണ്ടറ SI അതുൽ, CPO ശ്രീജിത്ത് എന്നിവർ വാഹനത്തിൽ വെച്ച് മർദ്ദിച്ചതായാണ് പരാതി. മർദ്ദനത്തിൽ സിയാദിൻ്റെ വാരികളുകൾ പൊട്ടിയെന്നാണ് ബന്ധുക്കളുടെ പരാതി. CPO ശ്രീജിത്തിനെ സിയാദിൻ്റെ മകൾ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്ന ഓഡിയോ പുറത്തു വന്നപ്പോഴാണ് സംഭവം കൂടുതൽ വിവാദമായത്. സിയാദിൻ്റെ വാരിയലിന് പൊട്ടലുണ്ടായി, അണുബാധ എന്നാണ് ചികിത്സിച്ച ഡോക്ടർമാർ പറഞ്ഞതായി ബന്ധുക്കൾ പറയുന്നത്. എന്നാൽ മർദ്ദിച്ചിട്ടില്ലെന്നാണ് കുണ്ടറ പോലീസിൻ്റെ പ്രതികരണം. സംഭവത്തിൽ പ്രതിഷേധം ഉയർന്നതോടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇടപെട്ട് DGPയോട് അടിയന്തര റിപ്പോർട്ട് തേടി. കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടുകയും ചെയ്തു. സിയാദ് താമസിക്കുന്നതിന് സമീപമുള്ള കുടുംബത്തിലെ 13 വയസ്സുകാരനെ കാണാനില്ലെന്ന് ജൂൺ 16 കുടുംബം കുണ്ടറ പോലീസിൽ പരാതി നൽകിയിരുന്നു. കുട്ടിക്ക് സിയാദുമായി സൗഹൃദമുണ്ടായിരുന്നു. കുട്ടിയെ അവസാനം സിയാദിനൊപ്പമാണ് കണ്ടെന്ന സംശയത്തിൽ രാത്രിയിൽ വീട്ടിലെത്തിയ പോലീസ് ചോദ്യം ചെയ്യാൻ കൊണ്ടുപോവുകയായിരുന്നു. കാണാതായ കുട്ടിയെ പിറ്റേന്ന് കണ്ട് കിട്ടിയതോടെ ആണ് വിട്ടയച്ചത്. വീട്ടിൽ നിന്ന് കൊണ്ടുപോകവേ പോലീസ് വാഹനത്തിൽ വെച്ച് CPO ശ്രീജിത്ത് നട്ടലിലും മറ്റും ക്രൂരമായി മർദ്ദിച്ചുവെന്ന് സിയാദ് പറഞ്ഞതായാണ് കുടുംബം ആരോപിക്കുന്നത്. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ജൂലൈ 2 സിയാദിനെ കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് ജില്ലാ ആശുപത്രിയിലേക്കും ഗുരുതരമായതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ചികിത്സയിൽ ഇരിക്കവെയാണ് മരണം. പോലീസ് മർദ്ദനം ആരോപിച്ചതിനെ തുടർന്ന് കൊല്ലം RDOയുടെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കി മൃതദേഹം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം മഞ്ഞപ്പിത്തം കൂടിയതും അതിലെ തുടർന്നുണ്ടായ നീർക്കെട്ടുമാണെന്നാണ് പോലീസ് പറയുന്നത്. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ദൃഢതയ്ക്ക് കളരിപ്പയറ്റ് അഭ്യസിക്കും. ആത്മവിശ്വാസവും ശാരീരിക ആനന്ദവും സ്വന്തമാക്കാൻ യോഗ പരിശീലിക്കും. ശരീരവും മനസ്സും ചെറുപ്പമായി സൂക്ഷിക്കാൻ ശാരീരിക വ്യായാമങ്ങൾ സ്വന്തമാക്കും. കളരിയും യോഗയും വ്യായാമങ്ങളും അഭ്യസിക്കാൻ MBG CVN കളരി കുണ്ടറ. 7 വയസ്സ് മുതൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ ആർക്കും അഭ്യസിക്കാം. മുതിർന്നവർക്കും ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കും പ്രത്യേക പരിശീലനം നൽകുന്നു. MBG CVN കളരി കുണ്ടറ. ഫോൺ 94 47 11 99 80. നാളെ തന്നെ പരിശീലനം ആരംഭിക്കും.
ആരോഗ്യത്തോടെ ആനന്ദത്തോടെ ജീവിക്കും. യുവാവിൻ്റെ മരണം കുറ്റക്കാരായ പോലീസുകാരെ സംരക്ഷിക്കില്ലെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ജൂൺ 16 കസ്റ്റഡിയിലെടുത്ത യുവാവ് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം മരിച്ച സംഭവത്തിൽ യുവാവിൻ്റെ കുടുംബം ഉന്നയിച്ച പരാതികൾ ഗൗരവത്തോടെ പരിശോധിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. മരിച്ച സിയാദിൻ്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ട ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മകൻ്റെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയണമെന്ന് സിയാദിൻ്റെ പിതാവിനോട് ആവശ്യപ്പെട്ടു. ഇത്തരത്തിൽ മനുഷ്യാവകാശ ലംഘനം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സർക്കാർ സംരക്ഷിക്കില്ല. യുവാവ് മരിച്ച ആരോപണത്തിൽ ആഭ്യന്തരമന്ത്രി DGPയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു വരികയാണ്. ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ്റെ പെരുമാറ്റം സംബന്ധിച്ച് തങ്ങൾ നേരത്തെ തന്നെ പരാതി ഉന്നയിച്ചിരുന്നതാണ്. VD സതീശൻ നയിച്ച പുതുയുഗ യാത്രയുടെ സ്വീകരണഘട്ടത്തിൽ കൊല്ലം DCC ജനറൽ സെക്രട്ടറി ആയിരുന്ന രഘു പാണ്ഡവപുരത്തെ മർദ്ദിച്ച ഉദ്യോഗസ്ഥനാണ് SI അതുൽ. കാട്ടുനീതി നടപ്പിലാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുകയില്ലെന്നും മന്ത്രി പറഞ്ഞു. കുണ്ടറ കസ്റ്റഡി മരണം പോലീസുകാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് വെൽഫെയർ പാർട്ടി. പോലീസ് കസ്റ്റഡിയിലെടുത്ത് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കുണ്ടറ സ്വദേശി സിയാദിൻ്റെ കുടുംബത്തിന് അടിയന്തര നീതി ഉറപ്പാക്കണമെന്നും കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു. വെൽഫെയർ പാർട്ടി സംസ്ഥാന ട്രഷറർ സജീദ് ഖാലിദിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി പ്രതിനിധി സംഘം സിയാദിൻ്റെ വീട് സന്ദർശിച്ച് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. തുടർന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസിൻ്റെ മനോവീര്യം തകരും എന്ന് പറഞ്ഞ് ക്രിമിനലുകളായ പോലീസുകാരെ സംരക്ഷിച്ച മുൻ സർക്കാരിൻ്റെ അതേ ജനവിരുദ്ധ നിലപാട് VD സതീശൻ സർക്കാരും ആവർത്തിക്കരുത്. കാക്കിയുടെ ബലത്തിൽ പൗരൻ്റെ ജീവനെടുക്കുന്ന കൊലയാളി പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടാൻ സർക്കാർ തയ്യാറാകണം. സംസ്ഥാനത്തെ ലോക്കപ്പുകൾ അറവുശാലകളാക്കി മാറ്റുന്ന പോലീസ് രാജിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വെൽഫെയർ പാർട്ടി നേതൃത്വം നൽകുമെന്ന് സജീദ് ഖാലിദ് സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ കേരളത്തിൽ 25ലധികം കസ്റ്റഡി മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പോലീസിൻ്റെ ക്രിമിനൽ വൽക്കരണത്തിൻ്റെ അവസാനത്തേരെയാണ് കുണ്ടറയിലെ സിയാദ്. പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത വിധം പോലീസ് അതിക്രമങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നത് ആഭ്യന്തര വകുപ്പിൻ്റെ പൂർണ്ണ പരാജയമാണ് തുറന്നു കാട്ടുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണം. അനാഥമാക്കപ്പെട്ട സിയാദിൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കേണ്ടതുണ്ട്. സിയാദിൻ്റെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവുകൾ പൂർണ്ണമായും സർക്കാർ വഹിക്കണം. ഇതിനു പുറമെ കുടുംബത്തിന് 25 ലക്ഷം രൂപ അടിയന്തര നഷ്ടപരിഹാരമായി സർക്കാർ നൽകാൻ തയ്യാറാകണമെന്നും സജീദ് ഖാലിദ് ആവശ്യപ്പെട്ടു. വെൽഫെയർ പാർട്ടി സംസ്ഥാന ട്രഷറർ സജീദ് ഖാലിദിനെ കൂടാതെ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഇസ്മായിൽ ഖനി, ജില്ലാ ജനറൽ സെക്രട്ടറി Y നാസർ, ജില്ലാ സെക്രട്ടറി ഷാൻ സംഭ്രമം, പാർട്ടി നേതാക്കളായ ഖലീലുല്ലാഹ്, അബ്ദുൾ മനാഫ്, അബ്ദുൾ റഷീദ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിൻ്റെ ബാനറിൽ പുറത്തിറങ്ങിയിട്ടുള്ള 31ാമത്തെ ഹ്രസ്വചിത്രം മനുഷ്യനിപ്പം നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് സുഹൃത്തുക്കൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ 32ാമത്തെ ചിത്രം ഈ മാസം 31 വെള്ളിയാഴ്ച യൂട്യൂബിൽ റിലീസ് ചെയ്യും. ചിത്രത്തെക്കുറിച്ചും അതിൻ്റെ മറ്റ് വിവരങ്ങളെക്കുറിച്ചുമൊക്കെ ഞങ്ങൾ പിന്നാലെ നിങ്ങളെ അറിയിക്കും. സിനിമ കാണാൻ നിങ്ങളെല്ലാം പ്രതീക്ഷയോടെ ഇരിക്കണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുപട്ടൻ ടീമിൻ്റെ സ്നേഹം, ആദരം.